ഇൻഡസ്ട്രി ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച എന്താണ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഇൻഡസ്ട്രിയും ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇൻഡസ്ട്രി എങ്ങനെ ഉണ്ടാകുന്നു, എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രി സൈക്കോളജിയുടെ ഇപ്പോഴത്തെ പ്രാധാന്യം എന്താണ്, ഇൻഡസ്ട്രി സൈക്കോളജിസ്റ്റിൻ്റെ ജോലി എന്താണ്, ഓർഗനൈസേഷനിൽ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വ്യക്തിപരമായും ഉള്ള ബന്ധങ്ങളും യൂണിയനുകളുമായി സംഘടനകളുമായിട്ടുള്ള ബന്ധങ്ങളും എങ്ങനെ ഊട്ടി ഉറപ്പിക്കാം, എന്തൊക്കെയാണ് ഒരു ഇൻഡസ്ട്രി തുടങ്ങുമ്പം അതിനകത്ത് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെ ഈ ഘടകങ്ങളെ ഇൻഡസ്ട്രിയും ഓർഗനൈസേഷനുമായിട്ട് ബന്ധിപ്പിച്ചു കൊണ്ടുപോകാം, അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ ഡിസ്പ്യൂട്ടിനെ നമുക്ക് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്നിനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ലെവൽ പ്രോസസ്സിങ്, അതായത് ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ ഒരു സംഘടനയിൽ ചേരുമ്പോൾ, ഒരു വ്യാവസായിക മേഖലയിൽ ചേരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവരുടെ നോക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഏറ്റവും ആദ്യം അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഒരാളൊരു ഇൻഡസ്ട്രിയിൽ ചെയ്യുമ്പോൾ, വ്യാവസായിക മേഖലയിൽ ചെയ്യുമ്പോൾ അയാൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, അപ്പം ഏതെങ്കിലും ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് അതിനൊരു സംതൃപ്തി ഉണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം. ജോബ് സാറ്റിസ്ഫാക്ഷൻ അത് എമോഷണലി വൈകാരികമായിട്ട് ഒരു വ്യവസായവുമായിട്ട് ഒരു വ്യാവസായിക മേഖലയുമായിട്ട് ഒരു വ്യക്തിയുടെ ബന്ധത്തെയാണ്. അപ്പം അവർക്ക് അതിന് മാനസികമായി ഒരു സംതൃപ്തി നൽകുന്ന എന്താണോ ആ സിറ്റുവേഷനെയാണ് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ചുറ്റുപാടുകളും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രതീക്ഷകൾ, എംപ്ലോയിയുടെ പ്രതീക്ഷകൾ, ഒരു തൊഴിലാളി അത് പ്രതീക്ഷിക്കുന്നു, ആ വ്യാവസായിക മേഖല അവൻ്റെ ചുറ്റുപാടുകളിൽ എന്താണ് അയാൾക്ക് കൊടുക്കുന്നതായ സംതൃപ്തി, ഇത് തമ്മിലുള്ള ബാലൻസിങ് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ, ഒരു എംപ്ലോയിയുടെ പ്രതീക്ഷയും വർക്കിംഗ് കണ്ടീഷനും എല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്ന ആ ജംഗ്ഷൻ, ആ കൂടിച്ചേരലിനെയാണ് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മളിത് ഇവാലുവേഷൻ, ജോബും അതിൻ്റെ ഓർഗനൈസേഷനും. അപ്പോൾ ഓർഗനൈസേഷൻ എന്ത് പ്രതീക്ഷിക്കുന്നു, ഒരു തൊഴിലാളി എന്ത് പ്രതീക്ഷിക്കുന്നു, അപ്പോൾ ഇതിനെ തമ്മിലുള്ള നമ്മൾ വിലയിരുത്തൽ, ആ വിലയിരുത്തൽ നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ പറയാം. എന്തൊക്കെയാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാതിരിക്കുക? അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായ അസന്തുലിതാവസ്ഥ മാറ്റുക. അപ്പം ജോബ് സാറ്റിസ്ഫാക്ഷൻ പറയുമ്പം ഒരു മനസ്സും, അതായത് ഒരു വ്യക്തിയുടെ വൈകാരികവും ശാരീരികവും മാനസികവും കുടുംബപരവും ഓർഗനൈസേഷൻ ആ മേഖലയും തമ്മിലുള്ള പരസ്പര ധാരണകളും അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക. അപ്പം ജോബ് സാറ്റിസ്ഫാക്ഷന് എന്തൊക്കെയാണ് അതിനകത്ത് വിഘടിതമായിരിക്കുന്നത്? ഒന്ന്, പ്രായം. കാരണം പ്രായം ചെറുതാകുമ്പോൾ, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ, അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ, അപ്പോൾ ഇവരുടെ എക്സ്പെക്റ്റേഷനും ഇവരുടെ കാര്യങ്ങളും തൊഴിലുള്ളതായ അവൻ്റെ പരിചയവും ഇതിനെല്ലാം കൂടെ നിർത്തിക്കൊണ്ടാണ്. അപ്പോൾ പ്രായം കൂടുകയും അതനുസരിച്ച് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് വരുമ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന വലിയൊരു ഘടകമായിട്ട് തീരും. കാരണം പ്രായം കൂടുന്നവരും നമ്മുടെ എക്സ്പെക്റ്റേഷൻ മാറും, നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതായ ഔട്ട്പുട്ട് എൻ്റെ ഫലത്തിൽ വ്യത്യാസമുണ്ടാകും. അപ്പം എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് ഓരോരുത്തരുടെ മോട്ടിവേഷൻ ലെവൽ, അല്ലെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ പ്രതികരിപ്പിക്കാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് എങ്ങനെ ഫലം നേടാം എന്നുള്ളതിനെ നമ്മൾ ബാധിക്കുന്നുണ്ട്. ദെൻ ജെൻഡർ, ഏത് സെക്സാണ്, ആണാണോ പെണ്ണാണോ എന്നുള്ളതിനെ. ഇപ്പം ഈ ആൺ പെൺ വ്യത്യാസങ്ങൾ, കാരണം രണ്ടുപേരുടെയും സാറ്റിസ്ഫാക്ഷൻ ലെവൽ വ്യത്യസ്തമായതുകൊണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ചിന്താഗതികൾ വ്യത്യസ്തമായതുകൊണ്ട്, രണ്ടുപേരുടെ ആവശ്യം വ്യത്യസ്തമായതുകൊണ്ട്, ശാരീരിക മാനസികമായ പ്രശ്നങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് ഇതൊരു ജെൻഡർ, അവരുടെ ആണോ പെണ്ണോ എന്നുള്ള ലിംഗവ്യത്യാസം ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഏത് ഒക്യുപ്പേഷൻ ലെവൽ, ഓരോ ജോലിയും ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ലെവൽ അനുസരിച്ച് താഴത്തെ ലെവലിലുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ല, കുറച്ചുകൂടെ മുകളിൽ വരുമ്പോൾ ഏറ്റവും മുകളിലുള്ള ആളുടെ എന്ന് വെച്ചാൽ അതല്ല, ആകെ ആ ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോഴത്തേക്കുള്ളതാകുന്നതായ ഒരു ലെവലും വ്യത്യാസം. ഒക്യുപ്പേഷൻ ലെവലാണ് അടുത്ത ഒരു ഇതുണ്ടാകും. പിന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസപരമായിട്ടുള്ള, കാരണം കൂടുതൽ വിദ്യാഭ്യാസം കുറച്ച് വിദ്യാഭ്യാസവും എന്നുള്ളതല്ല, അവൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി കിട്ടുക, ആ വിദ്യാഭ്യാസം അനുസരിച്ച് അവന് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകുക, ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനത്തിൽ ഇയാളെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, എങ്ങനെ
പിന്താങ്ങാൻ സാധിക്കും. ഇതിനെ കൊണ്ട് ബേസ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം എഡ്യൂക്കേഷൻ, പിന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിച്ചതല്ല, പഠിച്ചതിൻ്റെ കിട്ടിയ ഔട്ട്പുട്ട്, അവൻ്റെ ഐക്യു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വിദ്യാഭ്യാസം നമ്മൾ വിലയിരുത്തുക. അപ്പം വിദ്യാഭ്യാസമാണ് അടുത്തൊരു പ്രശ്നമാണ്. പിന്നെ പേഴ്സണൽ വ്യക്തിത്വം, ഓരോ വ്യക്തികൾക്കും ഓരോ ലെവലാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അതാണ് പേഴ്സണാലിറ്റി. ദെൻ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഓരോ കൾച്ചറിൽ നിന്ന് വരുന്ന, അതായത് ഇപ്പം കൾച്ചർ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് എടുക്കാം. വില്ലേജിൽ നിന്ന് വരുന്ന ഒരാളെ ആകാം, അതല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പല സ്ഥലത്തു നിന്നാകാം, പല ജാതിയിൽപ്പെട്ടവരാകാം, പല മതങ്ങളിൽപ്പെട്ടവരാകാം. ഇവരുടെയൊക്കെ കൾച്ചറൽ ഫാക്ടേഴ്സ് എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മൾ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരെണ്ണം മാത്രമല്ല, എല്ലാം കൂടെ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതാണ് അടുത്തത്. ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പം വർക്ക് സിറ്റുവേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, കാരണം ഏത് തൊഴിലാളികളുടെ ഇതാണോ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ്, ഓരോ ജോലിയുടെയും സിറ്റുവേഷൻ അനുസരിച്ചാണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക. ദെൻ ദ വർക്ക് ഇറ്റ് സെൽഫ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോലിയിൽ തന്നെ നമുക്ക് താല്പര്യമുണ്ടാകണം. ദെൻ പേ, എന്താണ് കിട്ടുന്നത്. ഇപ്പം ഓരോ ജോലിക്കും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ചിലപ്പോൾ 2-3 മണിക്കൂർ ചെയ്തിട്ട് കിട്ടുന്ന സാലറി എന്ന് ചിലപ്പോൾ ഹൈ ലെവലായിരിക്കാം, ചിലപ്പോൾ ലോ ലെവലായിരിക്കാം. ചിലപ്പം ഒരാൾക്ക് തന്നെ കിട്ടുന്ന ഒരു ദിവസം, ചിലപ്പം ഒരു ഉദാഹരണത്തിന് പറയാം, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഡ്രൈവറുടെ 710 രൂപയാണ് അയാളെ ഒരു 8 മണിക്കൂർ വണ്ടി ഓടിക്കാൻ കിട്ടുക. അപ്പോൾ അയാൾ അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ട്, ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ. അപ്പോൾ പേ അതിനനുസരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. ദെൻ പ്രൊമോഷൻ, ഇപ്പോൾ ഓരോ ജോലിയും കഴിയുമ്പോൾ ഓരോ ലെവലിൽ നമുക്ക് ഓരോർക്ക് പ്രൊമോഷൻ കൊടുക്കും. ഇപ്പം ഓരോ ലെവൽ അനുസരിച്ച്, അപ്പം നമുക്ക് കിട്ടുമ്പോൾ അച്ചീവ്മെൻ്റ് അനുസരിച്ച്, സർവീസ് അനുസരിച്ച്, അതിൻ്റെ ജോലിയുടെ ഗ്രേഡ് അനുസരിച്ച് അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അതൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ ഭാഗമാണ്. ദെൻ സൂപ്പർവിഷൻ, അപ്പോൾ ഏത് ജോലിയിലും തൊഴിലിനെ ആരാണോ നിയന്ത്രിക്കുന്നത്, ആ നിയന്ത്രണം എന്ന് പറയുന്ന ജോബ് സാറ്റിസ്ഫാക്ഷനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ സൂപ്പർവിഷൻ. അപ്പോൾ വർക്ക് ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ആകാം, വർക്ക് ഗ്രൂപ്പ് ആകാം. അതൊക്കെ എക്സാമ്പിൾ നമ്മൾ പറയുന്ന ഒരു ഗ്രൂപ്പിനകത്ത് മാത്രം, ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ, ഒരു വർക്ക് പ്ലേസിലെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സൂപ്പർവൈസർ ആകാം, അവിടെ സാധാരണഗതി ജോലി ചെയ്യുന്ന ആൾക്കാരാകാം, അവിടുത്തെ സ്വീപ്പർ ആകാം, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ആകാം. നമ്മൾ പലതിനെടുക്കുക. ഒരു ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിൻ്റെ കോഹസീവ്നെസ്, ആ ഗ്രൂപ്പിൻ്റെ രമ്യത, ആ ഗ്രൂപ്പിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതാണ് അതിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ചില ആൾക്കാർ പറഞ്ഞു, എനിക്ക് ആ ജോലി സ്ഥലത്തേക്ക് പോകാൻ പോലും തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ചുറ്റുപാടുകൾ നല്ലതല്ല, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് നല്ലതല്ല. ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ഒത്തൊരുമയുടെ, നമ്മൾ എപ്പോഴും ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു വടംവലി പോലാണ്, വടംവലി മത്സരം പോലാണ്. അപ്പം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മളെ പല കോർണറിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഗ്രൂപ്പിൻ്റെ ഐക്യത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഒരു ചരടിൻ്റെ അങ്ങേറ്റത്ത് നിൽക്കുന്ന ആൾക്കാർ മുതൽ, ചരടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ മുതൽ, ചരടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ മുതൽ എല്ലാവരും ഈ ഗ്രൂപ്പിനകത്ത് ഒത്തൊരുമിച്ച് നിൽക്കണം. അവരുടെ മനസ്സൊരുപോലെ ആയിരിക്കണം, അവരുടെ ശരീരം ഒരുപോലെ ആയിരിക്കണം, അവർ കൊടുക്കുന്ന എനർജി ഒരുപോലെ ആയിരിക്കണം. അങ്ങനെ വരുമ്പോഴേ ആ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടാകും. ആ ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടാകുമ്പോൾ മാത്രമേ അതിനകത്ത് ഒരു യൂണിറ്റി ഉണ്ടാവുള്ളൂ. ആ യൂണിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമേ അതിനകത്ത് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വർക്ക് ഗ്രൂപ്പ് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പോയാൽ മതി, ഈ വർക്ക് ഗ്രൂപ്പ് കൊള്ളുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് മാറണം, അല്ല വേറെ ഏതെങ്കിലും വിങ്ങിലേക്ക് തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരാം. എന്ന് വെച്ചാൽ ഗ്രൂപ്പിൻ്റെ പ്രശ്നമാണ്. ഒരു വ്യക്തിയുടെ ആണോ ഗ്രൂപ്പിൻ്റെ ആണോ എന്ന് വെച്ചാൽ വർക്ക് ഗ്രൂപ്പ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റും. ദെൻ വർക്കിംഗ് കണ്ടീഷൻ. ഈ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് ശരിയാകുന്നതോടുകൂടി തന്നെ അതിൻ്റെ ചുറ്റുപാടുകൾ, വ്യക്തികൾ മാത്രമല്ല ചുറ്റുപാടുകളുടെ, ചില സമയത്ത് എക്സാമ്പിൾ ഇപ്പോൾ ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ പോകുന്ന വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാധനങ്ങളുടെ ലഭ്യതയായിരിക്കണമെന്ന്, പിന്നെ അകത്തുള്ള ക്ലീൻനെസ് ആയിരിക്കണം. അപ്പം ഈ വർക്കിംഗ് കണ്ടീഷൻസും നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ബാധിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ജോലി ചെയ്യുന്ന സ്ഥലത്ത്
നമുക്ക് ആവശ്യത്തിനുള്ള വർക്കിംഗ് കണ്ടീഷൻ ഇല്ലെങ്കിൽ, അതിനുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ദെൻ പെർഫോമൻസ്. ഒരു ജോലിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുക. എങ്ങനെയാണ് പെർഫോം ചെയ്യുക? കാരണം പെർഫോം ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ കഴിവിനനുസരിച്ച് എനിക്കതിന് എന്തെങ്കിലും ഫലം വാങ്ങിത്തരാൻ വേണ്ടി പെർഫോമൻസ് പറ്റും. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് പറഞ്ഞാൽ വ്യത്യാസം, പല വ്യത്യസ്ത ലെവലുകളിലായിരിക്കും അവരുടെ പെർഫോമൻസ് വരിക. അപ്പോൾ ജോബ് പെർഫോമൻസ് ആണ് അടുത്ത ജോബ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ വിഡ്രോവൽ ബിഹേവിയർ. പലപ്പോഴും വിഡ്രോവൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പിൻവലിയുക. അപ്പോൾ പിൻവലിയുന്നത് എപ്പോഴും നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതല്ല, നെഗറ്റീവാണ്. അപ്പം പിൻവലിയാതിരിക്കുക എന്നുള്ളതാണ്. ഏത് തൊഴിൽ ഏറ്റെടുത്താലും ഏത് കാര്യമായിട്ട് എടുത്താലും അവർ വ്യക്തമായി ചെയ്യുക, അതാണ് വിഡ്രോവൽ ബിഹേവിയർ എന്ന്. ദെൻ വർക്ക് പ്ലേസ് ഡിവിഷൻ. ദെൻ സേഫ്റ്റി പെർഫോമൻസ്. സേഫ്റ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഏത് തൊഴിലാണ്, പ്രത്യേകിച്ച് നമ്മൾ കൺസ്ട്രക്ഷനിലൊക്കെ ആണെങ്കിൽ അവരുടെ സേഫ്റ്റി ഇല്ലാന്നിരിക്കട്ടെ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് മാത്രമല്ല, എൻ്റെ ഒരു ഇൻഡസ്ട്രിയെ നമ്മൾ ബാധിക്കുന്നതാണ്. അപ്പോൾ സേഫ്റ്റി പെർഫോമൻസ് ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാനേജ്മെൻറ്റ്. ഇതെല്ലാം കഴിഞ്ഞ ഒരു പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ ആ പ്രോഡക്റ്റ് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തേക്കുമ്പോഴായി. അപ്പം ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കസ്റ്റമർ നമുക്ക് തരുന്നതായ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരുടെ സന്തോഷം, അപ്പം അത് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ബാങ്കിൽ ഇപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു കസ്റ്റമർ വന്ന് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അയാൾക്ക് സന്തോഷം ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു ലോൺ കൊടുക്കുന്നു ഇരിക്കട്ടെ, ലോൺ കൊടുക്കുമ്പം കിട്ടുമ്പോഴും കസ്റ്റമറും കൊടുത്ത ബാങ്ക് മാനേജരും താല്പര്യമുള്ളതായിരിക്കും. പക്ഷെ ഇത് തിരിച്ച് കിട്ടിയില്ലെങ്കിലോ? അപ്പം നമുക്ക് അവർ ആവശ്യത്തിനുള്ള സമയത്ത് കൊടുക്കണം, ആവശ്യത്തിനുള്ള എമൗണ്ട് കൊടുക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കണം. അങ്ങനെ ആ കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴേ നമുക്ക് അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ. ദെൻ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത് ശമ്പളവും ജോലിയും മാത്രമല്ല, കുടുംബം കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ, ഒരു ഇൻഡസ്ട്രിയിൽ, ഒരു വ്യവസായ മേഖലയിൽ അതിനകത്ത് തൊഴിലാളികളുടെ സാറ്റിസ്ഫാക്ഷൻ, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ മാത്രമല്ല, ഫാമിലിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള. അപ്പം ദ എൻ്റയർ ഫാമിലിയാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. ഞാൻ ജോലി ചെയ്തിട്ട് എനിക്ക് കിട്ടുമ്പോൾ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫാമിലി സാറ്റിസ്ഫാക്ഷൻ ആണ്. ദാറ്റ് ഇസ് കോൾഡ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. ദെൻ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റ്. അപ്പം ഓരോ ഓർഗനൈസേഷൻ, ഓരോ വ്യക്തി നിൽക്കുമ്പോൾ അവരുടെ ഓർഗനൈസേഷനോട് അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ആ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പം നമ്മൾ ഓരോ ഓർഗനൈസേഷൻ നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഓർഗനൈസേഷനോടുള്ളതായ കമ്മിറ്റ്മെൻറ്റ്. അപ്പം ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്മിറ്റ്മെൻറ്റ്, ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ് ഒരു വ്യക്തിക്ക് അയാളുടെ ഫീലിംഗ്, വികാരം, ആ ഓർഗനൈസേഷനോടുള്ള വികാരത്തെയാണ് നമ്മൾ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുക. പിന്നെ ആ ഒരാൾ ജോലി ചെയ്യുമ്പം നമുക്ക് സ്വന്തം താല്പര്യത്തിനപ്പുറമായിട്ട് ആ ഓർഗനൈസേഷനോട് നിൽക്കാനും അതിനകത്ത് നിന്ന് വിട്ടുപോകാതിരിക്കാനും ഉണ്ടാകുന്നതാണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ് വെച്ചാൽ ആൾക്ക് ഇൻഡിവിജ്വൽ ഫീലിംഗ് ആ ഓർഗനൈസേഷനെ കുറിച്ച്, ഞാൻ ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഇന്ന കമ്പനിയിലാണ് വർക്ക്, ഞാൻ എക്സ് കമ്പനി വർക്ക് ചെയ്യുന്നു, ദാറ്റ് ഇസ് എ പ്രൗഡാണ്. അടുത്ത ചോദ്യം നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പോവാണ്, നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുമ്പം നിങ്ങൾ അതിൽ നിന്ന് വിട്ടിട്ട് വേറെ ഓർഗനൈസേഷനിലേക്ക് മാറാൻ താല്പര്യമുണ്ട്? രണ്ട് ചോദ്യം നമ്മൾ വെക്കുക. അതായത് ഇതിൽ കൂടുതൽ, നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നതിൽ കൂടുതൽ ശമ്പളവും മറ്റ് ഓഫറുകളും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കമ്പനി വാഗ്ദാനം തരികയാണെങ്കിൽ നിങ്ങൾ ജോലി വിടാൻ താല്പര്യമുണ്ടോ? അപ്പം നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കൂടുതൽ കിട്ടും, അത് സെൽഫിഷാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടും, ശമ്പളം കൂടുതൽ കിട്ടുന്നു, പൈസ കൂടുതൽ കിട്ടുന്നു, അപ്പം നിങ്ങൾ ഈ ഇൻഡസ്ട്രി വിടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറയുകയാണ് റെഡി എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ ഓർഗനൈസേഷനുള്ള കമ്മിറ്റ്മെൻറ്റ് കുറവാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലീഡിങ് കമ്പനിയിലാണ്. ലീഡിങ് കമ്പനി പുള്ളിയുടെ ലക്ഷ്യം ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കിട്ടുന്നത് റിസർച്ചിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർച്ച് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആൾക്ക്
ജോലി കിട്ടി. ജോലി അവിടെ ഇൻ്റർവ്യൂ കൂടി IIT കിട്ടി. അപ്പം അയാളുടെ റിസർച്ച് നടക്കും, അയാൾക്ക് സാമ്പത്തിക അയാളുടെ ഇൻട്രസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പം വർക്ക് ചെയ്തൊരിക്കുന്ന ഓർഗനൈസേഷൻ ചോദിച്ചു, നിങ്ങൾ പോകണ്ട, ഞങ്ങളതിൽ കൂടുതൽ ശമ്പളം തരാം, അവിടെ കിട്ടുന്നതിൽ കൂടുതലെല്ലാം ഞങ്ങൾ തരാം, നിങ്ങൾ ഇത് നിൽക്കാമെന്നൊക്കെ അയാൾ പറഞ്ഞാലില്ല, എനിക്ക് വേറെ ആ ജോലിയാണ് താല്പര്യം. സോ ഇതാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റെടുക്കുന്ന ജോലിയിൽ നമുക്കുണ്ടാകുന്ന ആത്മാർത്ഥത. അപ്പോൾ ഈ കമ്പനിയോട് ആത്മാർത്ഥത ഇല്ല എന്നല്ല പറയുന്നത്, അതിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഏതാണോ അതാണ്. അപ്പോൾ ഇവർ തരാൻ പറയുന്ന സാമ്പത്തികത്തിലോ ഇവർ തരുന്ന മറ്റുള്ള ഫെസിലിറ്റിയിലും വീഴാതെ അതിലും താഴെയാണെങ്കിൽ പോലും ആ ജോലി ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ ജോലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ്. Then decide to contribute to the effectiveness of an organization. ആ ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ്, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ നമ്മൾ തയ്യാറാകുക. ദെൻ പേഴ്സണൽ പല കാര്യങ്ങളും, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ശമ്പളം എനിക്ക് വേണ്ട, ശമ്പളം കുറവാണ്, എന്നാലും ഞാൻ ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്ന് നമ്മൾ പറയുക. അതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കന്ന് വേറെ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കും. അപ്പോൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ സെൽഫിഷ് അല്ലാതെ എൻ്റേത് മാത്രമെന്ന് ചിന്തിക്കുന്ന അല്ലാതെ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുന്ന, അതാണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏത് ഓർഗനൈസേഷൻ എന്നാലും അവരുടെ വാല്യൂ, ആ വാല്യൂവിനെ നമ്മൾ ഉൾക്കൊള്ളുക. ഒരു ഓർഗനൈസേഷൻ അതിനൊരു ഗോളുണ്ട്, ലക്ഷ്യമുണ്ട്, ലക്ഷ്യം നേടാനായിട്ട് ചെയ്യുക. പിന്നെ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ ഓർഗനൈസേഷൻ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാം. അപ്പം ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനോടുള്ള ഫീലിംഗ്, ഇത് എൻ്റേതാണ് എന്നുള്ളൊരു ഫീലിംഗ്, സെൽഫിഷ് ആയിട്ട് സ്വാർത്ഥതയ്ക്കപ്പുറമായിട്ട് അതിലേക്ക് ജോലി ചെയ്യാനും ആ ഓർഗനൈസേഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനും തയ്യാറാക്കുക. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ്, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും മുൻകൈ എടുത്ത് നമ്മൾ ചെയ്യാം. സ്വന്തമായി സാക്രിഫൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പോലെ ജീവൻ കൊടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനകത്ത് വ്യക്തിപരമായ പല താല്പര്യങ്ങളും മാറ്റി വെച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏത് ഓർഗനൈസേഷൻ്റെ വാല്യൂ ആണോ അത് നേരിടാനായിട്ട് നമുക്ക് പറ്റണം. ദെൻ അഫക്റ്റീവ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ perception of their emotional attachment to your identification involvement with the organization and its goal. അപ്പം എഫക്റ്റീവ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് നമ്മുടെ വൈകാരികമായ ഒരു ഓർഗനൈസേഷനോടുള്ള ഇതാണ് അഫക്റ്റീവ് കമ്മിറ്റ്മെൻറ്റ്. ആ വൈകാരികമായി ഇത് എൻ്റേതാണ്, ഈ സ്ഥാപനം എൻ്റേതാണ് എന്ന് തോന്നുന്നത്. ഇത് പറയുന്ന കാരണം ഇത് പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, എന്താണ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റ്സ്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ ഓർഗനൈസേഷൻ എൻ്റേതാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതും, അഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെപ്ഷൻ ആർ എമോഷണൽ അറ്റാച്ച്മെൻറ്റ്, നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു, ഈ ഓർഗനൈസേഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നു. അപ്പം ഇത് എൻ്റെ ഓർഗനൈസേഷൻ, ഞാൻ ചെയ്ത ഓർഗനൈസേഷനാണ്. ദെൻ എനിക്ക് ചോറ് തരുന്ന ഓർഗനൈസേഷനാണ്, എൻ്റെ കുടുംബത്തെ നിലനിർത്തുന്നതാണ്. ഇങ്ങനെ നമ്മളുണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെൻ്റാണ് അഫക്റ്റീവ് കമ്മിറ്റ്മെൻറ്റ്സ്. ഇത് എൻ്റേത് എന്ന് തോന്നുന്നത്. ദെൻ കണ്ടിന്യൂസ് കമ്മിറ്റ്മെൻറ്റ്. അപ്പം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗനൈസേഷൻ നിൽക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് പലർക്കും ഈ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഞാൻ ഈ 2 വർഷത്തിലേക്ക് വരും, ഇതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയിട്ട് ഞാൻ അടുത്തടുത്തൊക്കെ പോയി നിൽക്കും, അവിടെ ഒരു 5 വർഷം കിട്ടുമ്പോൾ അതിലും വലിയതിലേക്ക് പോകും. ഇതെന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിലുള്ള കമ്മിറ്റ്മെൻറ്റിലാണ്. അപ്പം അതേസമയം ഞാൻ ഈ ഓർഗനൈസേഷൻ നിൽക്കുമെന്നും ഇത് വളരാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നും വേറെ ഓർഗനൈസേഷനിൽ കിട്ടുന്ന ഇതല്ല എന്നുള്ള ധാരണയിൽ വളർത്തുന്നതാണ് ഈ കണ്ടിന്യൂസ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് തൽക്കാലം ഞാൻ ഇവിടെ വർക്ക് ചെയ്തു, എനിക്ക് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ല, അടുത്ത ദിവസം ഞാൻ വേറെടുത്ത് പോയി വർക്ക് ചെയ്യുന്നു, അവിടെ അന്നത്തെ കാര്യം ചെയ്യുന്നു, ഇതില്ല. അത് നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പം കണ്ടിന്യൂസ് വെച്ച് കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്ത് അതിൽ നല്ല നിലയിൽ ഇതിനെ വളർത്തും എന്നുള്ള തോന്നലാണ്. പിന്നെ നോർമേറ്റീവ്, പിന്നെ ആ ഓർഗനൈസേഷനോട് നമ്മുടെ ഉള്ള കമ്മിറ്റ്മെൻറ്റ്സ്, എൻ്റെ ജോലിയിൽ ഞാൻ ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് ആസ് എ ഹോൾ,
ഒരു ഭാഗം ഞാൻ വർക്ക് ചെയ്യുന്ന ഭാഗം മാത്രമല്ല, എനിക്ക് പ്രൊമോഷൻ കിട്ടും, എനിക്ക് ശമ്പളം കിട്ടും, ഓർഗനൈസേഷന് വളർച്ചയെ കൂടെ വേണം. ആ ഓർഗനൈസേഷൻ്റെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഇതിനോട് അതിൻ്റെ മുകളിലുള്ള റൈറ്റ്സ്, ഇതിനെൻ്റെ മുകളിലുള്ള ഡ്യൂട്ടീസ്. അല്ല നമ്മൾ റൈറ്റ്സ് മാത്രം പറയും, ഡ്യൂട്ടി പിടിക്കുകയും ഡ്യൂട്ടി മാത്രം ചെയ്യാൻ റൈറ്റ്സ് ചോദിക്കാതിരിക്കുന്നതല്ല. ഗവൺമെൻറ്റ്സ് രണ്ടും വേണം. എങ്ങനെയാണ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ് നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക? അപ്പം നമ്മൾ ഒരു ഓർഗനൈസേഷനോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ ഓർഗനൈസേഷന് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്നു വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ അതിൻ്റെ ഗോള് നേരിടുമ്പോഴാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോബ് ചെയ്യുന്നതനുസരിച്ച് അപ്പം അതിൽ നിന്ന് കിട്ടുന്നത് ആ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നതായ പ്രതിഫലം, അതാണ് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷനും കമ്മിറ്റ്മെൻറ്റ്, അപ്പോൾ ഒരു ഓർഗനൈസേഷനോട് ഞാൻ അത്ര ആത്മാർത്ഥത്തോട് പണി ചിന്തിക്കുമ്പോൾ മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും ഒരേ രീതിയിലാണ്. ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ ഫേസ് സെറ്റ് എന്ന് പറയുന്നത് മുഖമുദ്രയാണ് അതിനോടുള്ള ഓർഗനൈസേഷനുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്നാന്ന് ജോബ് സാറ്റിസ്ഫാക്ഷൻ പറയുമ്പോൾ ഞാൻ ഈ ഓർഗനൈസേഷൻ ഐ എം വർക്കിംഗ് വിത്ത് സച്ച് ആൻഡ് സച്ച് ഓർഗനൈസേഷൻസ്, ഐ എം സെയിങ് ദാറ്റ് ഐ എം വർക്കിംഗ് വിത്ത് ഇഗ്നോ. അപ്പം എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം ഞാനിത് ചെയ്യുന്ന ഒരു സമയത്ത് അതിൽ ഞാൻ വർക്ക് ചെയ്യുമ്പം എനിക്ക് തരുന്നതായ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതിന് ആ ഇന്ന ഓർഗനൈസേഷൻ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ഇന്നടത്താണ് ജോലി ചെയ്യുന്നത് എന്ന എൻ്റെ ഉള്ളതായ ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷനും എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, ആ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് ഈ അഫക്റ്റീവ് റിയാക്ഷൻ ടു, അപ്പോൾ നമ്മൾ ആ ഓർഗനൈസേഷനോടും ജോലിയോടുമുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ വരിക. ദെൻ പിന്നെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മളതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യുന്നു. പിന്നെ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനിൽ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി വിട്ടിട്ട് നമ്മൾ പോവുക, അപ്പം ജോലിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. അതാണ് നമ്മുടെ ഓർഗനൈസേഷൻ സാറ്റിസ്ഫാക്ഷൻ ടേൺ ഓവർ എന്ന് പറയുന്നത്. അല്ലാതെ ഓർഗനൈസേഷൻ്റെ ടേൺ ഓവർ കൂട്ടുക എന്നുള്ളതല്ല, നമ്മൾ എംപ്ലോയീസ് വന്നും പോയി ഇരിക്കുന്നതിനാണ്. ഒരു ഓർഗനൈസേഷന് നമ്മൾ പറയുക എത്ര കാലം നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ നമുക്ക് കിട്ടുന്ന ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ബേസ് ചെയ്തിട്ടാണ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, നമ്മൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അവർ കമ്മിറ്റ്മെൻ്റ് ആണ് ആ ഓർഗനൈസേഷൻ നമ്മൾ നിൽക്കാൻ ഇടയ്ക്കുക. ദെൻ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു അത് നമ്മളൊരു ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ഇത് എൻ്റേതാണ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ വോളണ്ടറി ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അപ്പോൾ ആ എക്സ്ട്രാ പെർഫോമൻസ് അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിരിക്കാം, ജോലിയുടെ ഭാഗമല്ലായിരിക്കാം. കൂടുതൽ ജോലിയുടെ ഭാഗമല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മൾക്ക് ചെയ്തതിൻ്റെ ഇത് മാത്രം ഇത്ര ഞാൻ ചെയ്തു. ഒരു എക്സാമ്പിൾ, ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് എൻ്റെ ജോബ്. അപ്പോൾ 5 മണി സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം ആ ഓർഗനൈസേഷൻ ഉണ്ടായി, എനിക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എനിക്ക് എന്ത് കിട്ടും എന്ന് ആലോചിക്കാതെ ഞാൻ അതിന് വർക്ക് ചെയ്യാൻ തയ്യാറാകണം. അതാണ് ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് വെച്ചാൽ. നമ്മൾ പറയുന്നത് എൻ്റെ രാജ്യത്തിന് ഞാൻ ഇന്നത് ചെയ്യുന്നു, അല്ല എൻ്റെ രാജ്യത്തെ ഞാൻ സംരക്ഷിക്കുന്നു, രാജ്യം എന്തെനിക്ക് തരുന്നു എന്ന് വെച്ചിട്ടല്ല. അപ്പം ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. അപ്പം ഞാൻ ആ രാജ്യത്തെ സിറ്റിസൺ എന്നുള്ള ഒരു വിലയിരുത്തലാണ്. ഇത് സെയിം തന്നെയാണ് ഒരു ഓർഗനൈസേഷനെ നമ്മൾ പറയുമ്പം ഓർഗനൈസേഷന് എന്തെനിക്ക് തരുന്നു എന്ന് കൂടാതെ എനിക്ക് എന്ത് ഓർഗനൈസേഷന് കൊടുക്കാൻ സാധിക്കുന്നു, ഇതാണ് സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് OCB എന്ന് പറയുന്നത്.
അപ്പം എന്തൊക്കെയാണ്? ഒന്ന് കേട്ടസി, ഇതിനോടുള്ള കേട്ടസി. ഇത് കേട്ടസി എന്ന് വെച്ചാൽ അതിനോട് നമുക്ക് ജോലി ചെയ്യാനായിട്ടുള്ള താല്പര്യം. അൾട്രൂറിസം, അത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ച്, അതിനോട് നമുക്ക് കമ്മിറ്റ് ചെയ്യുക, അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ചെയ്യുക, ബാക്കിയുള്ളത് നമ്മൾ ചെയ്യുക. ദാറ്റ് ഇസ് സ്പോർട്സ്മാൻഷിപ്പ്. ഇപ്പം എന്ത് സംഭവിച്ചാലും ഇത് നല്ലതാണ്, ഒരു സ്പിരിറ്റോടുകൂടി നമ്മൾ ചെയ്യാം. ദെൻ കണ്ടിന്യൂസ്നെസ്, നമ്മൾ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്ന, ആ ഓർഗനൈസേഷനെ കണ്ടിന്യൂ ചെയ്യുക. ദെൻ സിവിക് വെർച്യൂ, അതിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ വ്യക്തിപരമായ താല്പര്യം അല്ലെങ്കിൽ ജനകീയമായ താല്പര്യം. Then work motivation, that is another important thing in the organization is work motivation. അപ്പോൾ വർക്ക് മോട്ടിവേഷൻ ഉദ്ദേശിക്കുന്നത് എന്ത്? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. മോട്ടിവേഷൻ എന്ന് പറയുന്നത് സംതിങ് എനർജൈസ് യു, കമ്പൽസ് യു, പ്രോംപ്റ്റ് യു, ആക്ട് ഇൻ എ പർട്ടിക്കുലർ വേ അറ്റ് എ പർട്ടിക്കുലർ ടൈം ടു അറ്റൈൻ എ സ്പെസിഫിക് ഗോൾ. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ ജോലി ചെയ്യാനോ പ്രേരിപ്പിക്കുക, അല്ലെ നമ്മളെ നിർബന്ധിതരാക്കുക, അല്ലെ നമ്മൾ അതിനു വേണ്ടി മുമ്പോട്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റ് എ പർട്ടിക്കുലർ ടൈം, ആ പർട്ടിക്കുലർ ടൈമിൽ മാത്രം, ആ സമയത്ത് മാത്രം ടു അറ്റൈൻ എ സ്പെസിഫിക് ഗോൾ. അപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം പ്രത്യേക സമയത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേക രീതിയിൽ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന എന്താണോ ആ ഉത്തേജനത്തെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ സംതിങ് എനർജൈസ് യു, compels you, prompt you, act in a particular way at a particular time to attain a specific goal. പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേകമായ കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം വർക്ക് മോട്ടിവേഷൻ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ആ വർക്കിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ വർക്ക് മോട്ടിവേഷൻ അത് ഓർഗനൈസേഷന് വരുന്നതാണ്. അപ്പം motivation is something energizes you, compels you, prompts you, act in a particular way at a particular time to attain a specific goal. ഇപ്പം നമ്മൾ പിള്ളേരോടൊക്കെ പഠിക്കാൻ പറയും, നിങ്ങൾ പരീക്ഷയ്ക്ക് പാസ്സായി വരികയാണെങ്കിൽ ഞങ്ങൾ ഒരു മുട്ടായി തരാം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പാസ്സായി വന്ന വാച്ച് വാങ്ങിച്ചു തരാം. കുറച്ചുകൂടെ പിള്ളേർ പരീക്ഷയ്ക്ക് പാസ്സായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാർ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിച്ചു തരാം. അപ്പം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പം അവനോട് പറയുക, നിനക്ക് കാറ് കിട്ടും, അല്ലെങ്കിൽ നിനക്ക് സ്കൂട്ടർ കിട്ടും, അല്ലെങ്കിൽ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ നിന്നെ സിനിമയ്ക്ക് വിടും. സോ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുക. അപ്പം ഇതാണ് ഈ പർട്ടിക്കുലർ സംഗതി അവനെ പ്രത്യേക രീതിയിൽ നമ്മൾ പറയുകയാണ്, നീ പരീക്ഷയ്ക്ക് പാസ്സായാൽ. അപ്പം പ്രത്യേക ഗോൾ എന്താ? പരീക്ഷയ്ക്ക് പാസ്സാകുക. എനർജൈസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി എന്തിൻ്റെ പേരിലാണ്? നമ്മൾ ചോക്ലേറ്റിൻ്റെ പേരിൽ. അപ്പോൾ ചോക്ലേറ്റ് കിട്ടുമെന്ന് വെച്ച് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ വർക്ക് പ്ലേസിൽ ജോലി ചെയ്യാനായിട്ടുള്ളതാണ് വർക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം എക്കണോമിക് ഫങ്ഷൻ, ഇത് എങ്ങനെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുക? എക്കണോമിക് ഫങ്ഷൻ നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഒരാൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ചെയ്യാം. സോഷ്യൽ റിലേഷൻ ഫങ്ഷൻ, അപ്പം നമ്മൾ ഈ സമൂഹം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ തരുന്നു, അപ്പം നിങ്ങൾ സോഷ്യൽ റിലേഷൻഷിപ്പ് കൂടുന്നു, അപ്പോൾ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപെടാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാരുമായിട്ട് കാണാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് സോഷ്യൽ റിലേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ് ഫങ്ഷൻ, അപ്പം വ്യക്തിപരമായിട്ട് ഇതിൽ എന്ത് നേടുന്നു? നമ്മൾ ആലോചിക്കുക, ഒരു ജോലി ഓർഗനൈസേഷൻ ചെയ്യുമ്പം എന്തെങ്കിലും ചെയ്യുന്ന, എക്സാമ്പിൾ ഓർഗനൈസേഷൻ്റെ നമ്മളെ പ്രോഫിറ്റ് കൂട്ടി, അല്ലെങ്കിൽ നമ്മൾ സെയിൽസ് കൂട്ടി. അപ്പോൾ സെയിൽസ് കൂട്ടുമ്പോൾ നമ്മുടെ മാനേജർ പറയാണ്, നിങ്ങൾക്ക് സെയിൽസ് കൂട്ടിയാൽ ഇത്ര ശതമാനം അത് നിങ്ങൾക്ക് ഒരു ഇൻസെൻറ്റീവായിട്ട്, അപ്പം ഇൻസെൻറ്റീവായിട്ട് തരാൻ പറ്റുന്ന പോലെ എക്കണോമിക് ഫങ്ഷനായി. ഇതല്ല നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സോഷ്യൽ റിലേഷൻഷിപ്പിലെ ഫങ്ഷൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ്, നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ തരാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എക്സ്ക്രീഷ്യ തരാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഈവൻ ഒരു സർട്ടിഫിക്കറ്റ് പോലും ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ദെൻ ഐഡൻറ്റിറ്റി ഫങ്ഷൻ, അപ്പം നമ്മൾ ഐഡൻറ്റിറ്റി എടുക്കുക, ഇന്നയാൾ. അപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റും, കൺഗ്രാജുലേഷൻ, മാൻ ഓഫ് ദി വീക്ക് ഓർ മന്ത് ഓഫ് ദി വീക്ക് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നത് കാണാം. അപ്പം
ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഇത് എത്ര തരത്തിലുള്ള വർക്ക് മോട്ടിവേഷനുണ്ട്. അപ്പം ഒന്ന് ആക്ഷൻ ഓഫ് ബിഹേവിയർ. അപ്പോൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് ഒരു ആക്ഷൻ ഉണ്ടാക്കുക, ഒരു പ്രവൃത്തി ചെയ്യാം. അതിനുള്ള എനർജി കൊടുക്കുന്ന അതിൻ്റെ പുറകെ നിൽക്കുന്ന കാര്യത്തിനാണ് ആക്ടിവേഷൻ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം നേച്ചർ ഓഫ് വർക്ക് മോട്ടിവേഷൻ ആദ്യത്തെ തൊഴിൽ ചെയ്യാനുള്ള പ്രേരണ, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ തൊഴിലിനോട് ചേർന്നിട്ടുള്ള ഗോള് സെറ്റ് ചെയ്യാനായിട്ടുള്ള അതിന് പർട്ടിക്കുലർ ഇന്നത് ചെയ്താൽ ആക്ടിവേഷനാണ്. ഇന്നത് ചെയ്താൽ അല്ലെങ്കിൽ ഈ വർക്കിൻ്റെ റിസൾട്ട് ഇന്നതാണെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ, കാരണം അങ്ങനെ ഒരു എനർജി കൊടുക്കുന്നതാണ് എറോസൽ ഓർ ആക്ടിവേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്. ദെൻ ഡയറക്ഷൻ ഓഫ് ബിഹേവിയർ. ഒന്ന് ആക്ടിവേഷനാണ്, ഒന്ന് ബിഹേവിയർ, ഡയറക്ഷൻ കൊടുക്കുക, ഇന്ന പർട്ടിക്കുലർ രീതിയിൽ ചെയ്യണം. അപ്പം അതിന് നോക്കിയാൽ മതി. ഡെഫിനിഷൻ മോട്ടിവേഷൻ സംതിങ് എനർജീസ് യു ടു ആക്ട് ഇൻ എ പർട്ടിക്കുലർ വേ ആയിരിക്കും. ആക്ട് ചെയ്യണം പർട്ടിക്കുലർ വേ ടു അറ്റൈൻ എ സ്പെസിഫിക് ഗോൾ. അപ്പോൾ പ്രത്യേക ഒരു കാര്യം ചെയ്യാൻ എങ്ങനെ പ്രവർത്തിക്കണം, അപ്പോൾ ഏത് ഡയറക്ഷനിലൂടെ പോകണം നമ്മളത് നേടിയെടുക്കാൻ എന്നുള്ളതാണ് അടുത്ത ഡയറക്ഷൻ ഓഫ് ബിഹേവിയർ. ദെൻ പെർസിസ്റ്റൻസ് ഓഫ് ബിഹേവിയർ. അപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ പെർസിസ്റ്റൻസ് ഉണ്ടാകുക. എന്ത് പ്രശ്നം വന്നാലും ഒരേ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക. അപ്പം ഒന്ന് ആക്ടിവിറ്റി അത് ചെയ്യാനായിട്ടുള്ള പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അത് ഏത് പർട്ടിക്കുലർ വേ, ഏത് പാതയിലൂടെ വേണം അത് മുമ്പോട്ട് പോകണം. ദെൻ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക. ദെൻ ഇൻറ്റൻസിറ്റി ഓഫ് ബിഹേവിയർ. അപ്പം ഇത് ഒരു പ്രത്യേക ഗോൾ നേടാൻ വേണ്ടിയിട്ട് എത്രയും നമ്മൾ പാടുപെടുന്നു എന്നുള്ളതാണ്. ഇൻറ്റൻസിറ്റി ഓഫ് ബിഹേവിയർ, എത്രയും പാടുപെട്ടിട്ട് ആ സംഗതി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം നേച്ചർ ഓഫ് വർക്ക് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഒരു ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് മോട്ടിവേഷൻ വരിക. അപ്പം ആക്ടിവേഷൻ ഓഫ് ബിഹേവിയർ ഉണ്ട്, ഏത് രീതിയിൽ. അപ്പം പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാമെങ്കിൽ ഇത് ഓർക്കാനായിട്ട് അല്ലെ പഠിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നേച്ചർ ഓഫ് വർക്ക് മോട്ടിവേഷൻ നേച്ചർ എന്താണെന്ന് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പം അതിനകത്ത് നമ്മൾ ഇത് എഴുതണം. മോട്ടിവേഷൻ സംതിങ് എനർജി കമ്പൽസ് യു, prompt you to act in a particular way at a particular time to attain a specific goal. To act in a particular way, that is activation behaving. In a particular way, at a particular time. Direction പറഞ്ഞു, ഏത് രീതിയിൽ എപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ആൻഡ് ആ ഗോൾ കിട്ടുന്നിടം വരെ, അത് നമുക്ക് എപ്പം അച്ചീവ് ചെയ്ത് കിട്ടുന്നത് വരെ ആ ചെയ്യുന്ന ജോലിയുടെ ഊർജം കളയാതെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ അതിനകത്ത് വർക്ക് മോട്ടിവേഷൻ നമ്മൾ പറയാൻ പറ്റും. അപ്പോൾ ഒരാളെ പ്രത്യേക രീതിയിൽ, പ്രത്യേക തരത്തിൽ, പ്രത്യേക കാര്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിക്കുന്നതും അതേ എനർജിയോടുകൂടി ചെയ്തു വെക്കുന്നത് അതേതാണോ അതിനെയാണ് നമ്മൾ വർക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കാറ്റഗറീസ് ഓഫ് വർക്ക് മോട്ടിവേഷൻ. എന്താണ് ഒരു വർക്ക് മോട്ടിവേഷൻ, എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ? അപ്പം ഒരു സൈക്കോളജി, ഒരു മാനസികമായ ഒരു സംഗതിയാണ്. അപ്പോൾ ഒരാളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളുടെ മാനസികമായ ശാരീരികമായ ഉത്തേജനം നമ്മൾ കൊടുക്കുക. അപ്പം നമ്മൾ പലപ്പോഴും ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യാം, കൊള്ളാം, നന്നായിരിക്കുന്നു. അപ്പോൾ അത് സൈക്കോളജിക്കലാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് അവർ ആദരിക്കുന്നു, അല്ല നമ്മളെക്കുറിച്ച് പറയുന്നു, നമ്മൾ പറയുന്നത് കേൾക്കുന്നു. അപ്പം ആ ഒരു സംഗതി വരുമ്പം നമുക്ക് തോന്നും, ഓ ശരി, എന്നെ ആദരിച്ചല്ലോ, അല്ലെ എനിക്ക് എന്തെങ്കിലും തന്നല്ലോ. അപ്പം ഒരു വ്യക്തിയെ അത് മാനസികമായിട്ട് നമ്മൾ ഉത്തേജിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒന്നാണ് നമ്മളൊരു മോട്ടിവേഷൻ. പിന്നെ അസ്യൂം ടു ബി അണ്ടർ ദ പേഴ്സൺസ് കൺട്രോൾ. ഒരു വ്യക്തിയുടെയാണ് അസ്യൂം ടു ബി അണ്ടർ ദ പേഴ്സൺസ് കൺട്രോൾ. അപ്പം ഒരു പർട്ടിക്കുലർ രീതിയിൽ ഒരാളെ പർട്ടിക്കുലറായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അപ്പം എന്നെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ രീതിയിലല്ല, എനിക്ക് അനുസൃതമായിട്ട് വേണം ചെയ്യാനായിട്ട്.
അപ്പം ഇനി ആ മോട്ടിവേറ്റ് ചെയ്യുമ്പം ആ ഡയറക്ഷൻ ഒരു വ്യക്തി ഏത് രീതിയിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടും എന്നുള്ള ഫലം കിട്ടും എന്നുള്ളത് നോക്കണം. അതാണ് മോട്ടിവേഷൻ്റെ വേറൊരു കാറ്റഗറിക്സ്. പിന്നെ ഏത് ഗോൾ വന്നു, ഏത് ഗോളിനെ നേരിടാൻ വേണ്ടി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം, എങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ നമ്മൾ നേടിയെടുക്കാം. Then leads individuals to integrate cognitive effort to chance the quality and quantity of the work. ഒരു ജോലി ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, ഞാൻ 8 മണിക്കൂർ വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 1 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ എത്ര ചെയ്തു, ആ സമയത്തിനുള്ളിൽ എത്ര ചെയ്തു, ആ സമയത്തിനുള്ളിൽ എന്തുമാത്രം ക്വാളിറ്റി, ചെയ്ത ജോലിക്ക് എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പം അതാണ് അടുത്ത. ദെൻ അപ്പോൾ എബിലിറ്റി ടാസ്ക്, അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി, കഴിവ്. ഇപ്പം നമ്മൾ കഴിവിന് ഇപ്പം നമ്മളെപ്പോഴും കഴിവിന് കൂടുതൽ ഒരാൾ നമ്മൾ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ആ പെർഫോമൻസ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നോക്കും. ദെൻ മൾട്ടിഫേസ് പീപ്പിൾ മേ ബി സെവറൽ ഡിഫറെൻറ്റ് മോട്ടീവ്സ് ഓപ്പറേറ്റിംഗ് വൺ. അപ്പം പല രീതിയിൽ ഒരാളെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പല രീതിയിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന് ഒരു എംപ്ലോയി അയാളുടെ പറയാൻ തനിക്ക് ഇത്ര ശമ്പളം തരാം, ഈ പ്രാവശ്യം ശമ്പളം കൂട്ടി തരാം, ഈ മാസം ഒരു ഇൻസെൻറ്റീവ് തരാം. അപ്പം നമ്മൾ ആള് ആ ഇൻസെൻറ്റീവിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം, അപ്പം മോട്ടിവേറ്റ് ചെയ്യണം. അപ്പം അതൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഇതനുസരിച്ച് നമ്മൾ അയാളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് സാമ്പത്തികം കൊടുക്കാം. പക്ഷെ വേറൊരാൾക്ക് ചിലപ്പോൾ സാമ്പത്തികം വേണ്ടി വരില്ല, അയാളുടെ സാമ്പത്തികം കൊടുക്കാം എന്ന് പറഞ്ഞാൽ അയാൾ മോട്ടിവേറ്റ് ആകണം നിർബന്ധമൊന്നുമില്ല. അതേസമയം അയാൾക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാം, ഞങ്ങൾക്ക് ജോലിയിലൊരു പ്രൊമോഷൻ തരാം. അപ്പം പെർഫോമൻസിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ അറിയപ്പെടുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ഞങ്ങൾ അപ്രീഷിയേറ്റ് അഭിനന്ദിക്കുന്ന ആളും. അതാണ് പലപ്പോഴും നമ്മൾ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് വർക്ക് പ്ലേസിൽ എന്തെങ്കിലും നേടിയ ആൾക്കാരെ നമ്മൾ ആദരിക്കുന്നത്. ഇതൊരു മോട്ടിവേഷൻ, സൈക്കോളജിക്കൽ മോട്ടിവേഷൻ. അപ്പം ഇന്ന് അയാൾക്ക് കിട്ടിയെങ്കിൽ നാളെ എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയുടെ ആൾക്കാർക്ക് ഒരു മത്സരബോധം ഉണ്ടാകും. ആ മത്സരബോധം ഉണ്ടാകുന്നത് നമ്മൾ മോട്ടിവേഷൻ വെച്ചിരിക്കും. അപ്പം പല രീതിയിൽ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യിക്കാം. പ്രോസസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു, പ്രോസസ്സ്. അപ്പം മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ സംതിങ് എനർജി കമ്പൽസ് യു പ്രോംപ്റ്റ് യു അറ്റ് എ പർട്ടിക്കുലർ ടൈം അറ്റ് എ സ്പെസിഫിക് ഗോൾ. ഇതൊന്നുകൊണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മോട്ടിവേഷൻ. ഇൻഡിവിജ്വൽ സൈക്കോളജിക്കൽ ഫിനോമിന, ഇതൊരു മാനസികമായ ഒരു തീരുമാനമാണ് ഒരാളുടെ. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നത് അയാളുടെ മാനസികമായ രീതി ബേസ് ചെയ്തിട്ടായിരിക്കും. ഇത് ഒരു വ്യക്തിയുടെ കൺട്രോളിലാണ്. അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന അയാളുടെ കൺട്രോളിലാണ്. അപ്പം അയാളുടെ കൺട്രോൾ എന്ന് വെച്ചാൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ കൺട്രോളിലാണ്. എല്ലാം ചിലപ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഒരാൾക്ക് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിരിക്കാം, ചിലർക്ക് പ്രൊമോഷൻ ആയിരിക്കാം, ചിലർക്ക് അപ്രീസിയേഷൻ ആയിരിക്കാം, ചിലർക്ക് അവർ പറഞ്ഞ എന്തെങ്കിലും കാര്യം കൊടുക്കുക, ചിലപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, എന്താണ് എന്താ പറയുക, ഇറ്റ്സ് വെരി വെരി പേഴ്സണലാണ്. അപ്പം അടുത്തതെന്ന് വെച്ചത് ഒരു ഡയറക്ഷൻ, ഒരു വ്യക്തിയെ എങ്ങനെ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പ്രേരിപ്പിക്കാൻ സാധിക്കും. അതാണ് അടുത്തൊരു മോട്ടിവേഷൻ്റെ. അപ്പം ഈ മോട്ടിവേഷൻ്റെ ഡെഫിനിഷൻ അറിയാമെങ്കിൽ ഒരാളെ പ്രത്യേക രീതിയിൽ പ്രത്യേക കാര്യം നേടിക്കാൻ പ്രത്യേക സമയത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണോ അതിനെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് ഈ എക്സ്പ്ലനേഷൻ മുഴുവൻ തന്നെ ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അവൻ്റെ ഇത് കിട്ടുമ്പോൾ അവൻ്റെ ബിഹേവിയർ നമ്മൾ മാറും, അല്ലെങ്കിൽ അതിൻ്റെ മുഖത്ത് ഓബ്സ്റ്റക്കിൾസ് എന്തെങ്കിലും ഉണ്ട് അത് നമുക്ക് മാറും. എന്നിട്ട് ഇയാളെ നമ്മൾ ഇത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. ദെൻ ഇത് കോഗ്നിറ്റീവ് ആണ്. കോഗ്നേഷൻ എന്ന് വെച്ചാൽ അവൻ്റെ തിങ്കിങ് ആകാം, അവൻ്റെ ആഗ്രഹത്തിലാകാം, അവൻ്റെ വില്ലിലായിരിക്കാം അവൻ്റെ പെർഫോമൻസ് നമ്മൾ ചെയ്യുന്നത്. ദെൻ സ്വന്തം എബിലിറ്റിയും നമ്മൾ ടാസ്ക് കൊണ്ട് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ചിലത് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് തമ്മിൽ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്, അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരാളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പല രീതിയിലുണ്ട്. ചിലപ്പോൾ ഒരേ കാര്യങ്ങൾ തന്നെ ആളെ ഒരേ സമയത്ത് മോട്ടിവേറ്റ് ചെയ്ത്, ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മോട്ടിവേറ്റഡ് ആയെങ്കിൽ അടുത്ത സമയം വേറെ ആയിരിക്കും. അപ്പം
ഓരോരുത്തരുടെയും ലെവൽ ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ പ്രോസസ് ഓഫ് മോട്ടിവേഷൻ. അപ്പം മോട്ടിവേഷന് പല പ്രോസസ്സുകളുണ്ട്. അപ്പം ആദ്യത്തെ അതിനകത്ത് പറയുന്നത് നീഡാണ്. നീഡ് എന്ന് പറഞ്ഞാൽ ജനറൽ വാണ്ട്സ് ഓർ ഡിസയർ ഈസ് കോൾഡ് നീഡ്സ്. ജനറൽ വാണ്ട്സ് ഓർ ഡിസയർ ഈസ് കോൾഡ് നീഡ്സ്. പൊതുവെ ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങളല്ല, അത്യാവശ്യമുള്ള കാര്യങ്ങളെയാണ് നമ്മൾ നീഡെന്ന് പറയുക. അപ്പോൾ there are two types of needs, primary and secondary needs. പ്രൈമറി നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ നീഡ്സ് ആണ്. ഫിസിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് ഓക്സിജൻ, വാട്ടർ, ഫുഡ്. അപ്പം ഇത് ബേസിക് ഒരാളുടെ നീഡാണ്, അപ്പോൾ ഏറ്റവും അത്യാവശ്യം. അപ്പോൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ആദ്യത്തെ നീഡ്സ് മീൻസ് ജനറൽ വാണ്ട്സ്, ഒരാളുടെ പൊതുവായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അല്ല പ്രതീക്ഷകളുമാണ് നമ്മൾ നീഡെന്ന് പറയുക. അപ്പോൾ ആദ്യം നീഡ് എന്ന് പറയുന്നത് there are two types of need, primary and secondary needs. Primary needs mean physiological needs. Secondary needs mean psychosocial needs. അപ്പോൾ എനിക്ക് ഓക്സിജൻ വേണം, വെള്ളം വേണം, ഫുഡ് വേണം, അതെന്ന് പറയുന്നത് നമ്മുടെ ബേസിക് നീഡ്സിൻ്റെ ഒന്നായി. അപ്പോൾ ബേസിക് നീഡ്സ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് വേണം, സ്ലീപ്പ് വേണം. റെസ്റ്റ് ഇൻ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാകണം. ജോലി ചെയ്യാൻ തയ്യാറായി ശരീരത്തിൻ്റെ ബോഡിയിൽ നിന്ന് നമ്മൾ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് വേണം, കീപ്പിംഗ് ബോഡി ടെമ്പറേച്ചർ. അപ്പം ഇത്രയും കാര്യങ്ങൾ ആദ്യത്തേനകത്തായി. അപ്പം ആദ്യത്തേനകത്ത് നീഡുന്ന ജനറൽ വാണ്ട്സ് ഓർ ഡിസയർ ഇസ് കോൾഡ് നീഡ്സ്. there are different types of needs, primary and secondary needs. പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയും. അതിനകത്ത് ഏറ്റവും ആദ്യം ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ട ഓക്സിജനാണ്. ഓക്സിജൻ, പിന്നെ വെള്ളം, ദെൻ ഫുഡ്. അപ്പം ഓക്സിജനും വാട്ടറും ഫുഡുമാണ് ആദ്യം ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത്. ദെൻ ഒരു മനുഷ്യൻ റെസ്റ്റ് വേണം, റെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണം. പിന്നെ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ഫ്രം യുവർ ബോഡി. ദെൻ കീപ്പിംഗ് ബോഡി ടെമ്പറേച്ചർ. ഇത് ഇത്രയും ബേസിക് കാര്യങ്ങളിൽ നമ്മൾ വരുന്നതാണ്. പിന്നെ അടുത്ത നീഡ് എന്ന് പറയുന്നത് സെക്സ് നീഡ്സ് ആണ്. സെക്സ് മീൻസ് റീപ്രൊഡക്ഷൻ നീഡ്സ്. നമുക്ക് അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സെക്സ് നീഡ്സ്. ദെൻ സാറ്റിസ്ഫൈങ് ദ സെൻസറി നീഡ്സ്. നമുക്ക് കണ്ണിന് കൗതുകം തരുന്നത്, കാതിന് കൗതുകം തരുന്നത്, ശരീരത്തിന് കൗതുകം തരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷം തരുന്നതാണ്. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം ദ എൻവയോൺമെൻറ്റ് ഹാർഡ്സ്. ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന, പരിസ്ഥിതിയിൽ നിന്നുണ്ടാകുന്ന നമുക്ക് സംരക്ഷണം. ഇത്രയൊരു മനുഷ്യൻ്റെ ബേസിക് നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്. അപ്പം നീഡെന്ന് പറഞ്ഞാൽ ജനറൽ വാണ്ട്സ് ഓർ ഡിസീസസ് നീഡ്സ്. ആ നീഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ തിരിച്ചു, പ്രൈമറി ആൻഡ് സെക്കൻഡറി നീഡ്സ്. പ്രൈമറി നീഡ്സ് മീൻസ് സൈക്കോളജിക്കൽ നീഡ്സ്. പ്രൈമറി മീൻസ് ഫിസിയോളജിക്കൽ നീഡ്സ് ഓർ ബയോളജിക്കൽ നീഡ്സ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് ഓക്സിജൻ, വാട്ടർ, ഫുഡ്. പിന്നത്തെ എന്ന് പറയുന്നത് വി വോണ്ട് റെസ്റ്റ്, സ്ലീപ്പ്, എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ഫ്രം യുവർ ബോഡി, കീപ്പിംഗ് ബോഡി ടെമ്പറേച്ചർ, sex needs, then elimination of sex needs, then sensory needs, then protection from the environment hardness. ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു നീഡ് പറയുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ഡ്രൈവ്. ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പ്രേരിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കാനുള്ള കാരണം. അപ്പം നമ്മൾ വിശപ്പാണ് നമുക്ക് നമ്മുടെ മോട്ടീവ് എന്നിരിക്കട്ടെ, വിശപ്പാണ്. പക്ഷെ ഡ്രൈവ് എന്ന് പറയുന്ന വിശപ്പിനെ തീർക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണോ അതിനെ നമ്മൾ ഡ്രൈവ് എന്ന് പറയും. അപ്പം വിശപ്പിനെ തീർക്കാൻ എന്താണോ നമ്മൾ പ്രേരിപ്പിക്കുന്നത്, ദാറ്റ് ഇസ് കോൾഡ് ഡ്രൈവ്. അത് ഫുഡാണ്. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ വിശപ്പ് മാറും. അപ്പം ദാറ്റ് ഇസ് കോൾഡ് ഡ്രൈവ്. അപ്പം നീഡെന്ന് പറയും ജനറൽ വാണ്ട്സ് ഓർ ഡിസയർ ഈസ് കോൾഡ് നീഡ്. ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനമാണോ നമ്മുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത് ആ സാധനത്തിനാണ് പറയുന്നത്. അപ്പം ഒരു നായ്ക്ക് വിശക്കുന്നു,
വിശപ്പ് എന്നത് ഹങ്കർ മോട്ടീവാണ്. അപ്പോൾ വിശപ്പ് കുറയ്ക്കുന്നത് ഫുഡാണ്. ഫുഡിന് വേണ്ടിയിട്ടാണ് ഡ്രൈ ആണ്. അപ്പോൾ ഫുഡ് ഈസ് കോൾഡ് ഡ്രൈവ്. ദെൻ ഇൻസെൻറ്റീവ്സ്. ഇൻസെൻറ്റീവ്സ് വെച്ചാൽ എന്തെങ്കിലും ഉടനെ നമ്മൾ കൊടുക്കുന്നത്, ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൊടുക്കുക. ദാറ്റ് ഇസ് കോൾഡ് ഇൻസെൻറ്റീവ്. ഇപ്പോൾ പ്രൈമറി മോട്ടീവ്സ് നമ്മൾ പറഞ്ഞു. സെക്കൻഡറി മോട്ടീവ് സൈക്കോ സോഷ്യൽ മോട്ടീവ്. പ്രൈമറി മോട്ടീവ് മീൻസ് പ്രൈമറി മോട്ടീവ്സിന് ഓക്സിജൻ, വാട്ടർ, ഫുഡ്. ഒന്നുകൂടെ നോക്കി. പ്രൈമറി മോട്ടീവ്സ് oxygen, water, food. Then rest, then sleep, then work, elimination of waste from your body, keeping body temperature. Then sex needs, then sensory needs. Then elimination of waste from then sensory needs, then protection from the environment. ഇത്രയും പ്രൈമറി നീഡ്സ് ആണ്. അപ്പം ഇതിൻ്റെ മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി മോട്ടീവ്സ് എന്തൊക്കെ കഴിഞ്ഞാൽ ഓക്സിജൻ എന്ന റെസ്പിറേറ്ററി മോട്ടീവാണ്. ഫുഡ് എന്ന് വെച്ചാൽ ഹങ്കർ മോട്ടീവാണ്. വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേഴ്സ്റ്റ് മോട്ടീവാണ്. അപ്പം ഇതൊക്കെ പ്രൈമറി മോട്ടീവ്സ് വരും. ദെൻ സെക്കൻഡറി മോട്ടീവ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ നീഡല്ല, സൈക്കോ സോഷ്യൽ നീഡ്, സമൂഹത്തിൻ്റെ നീഡാണ്. സൈക്കോ സോഷ്യൽ നീഡ്സ്. അപ്പോൾ ഓരോ വ്യക്തിക്ക് ഫ്രീഡം വേണം, സേഫ്റ്റി വേണം, സെക്യൂരിറ്റി വേണം, ലവ്, കെയർ, അഫെക്ഷൻ വേണം, ബിലോങ്ങിങ്സ് വേണം, അഫിലിയേഷൻ വേണം, അച്ചീവ്മെൻറ്റ് വേണം, സെൽഫ് എക്സ്റ്റീം വേണം, സെൽഫ് ആക്ച്വലൈസേഷൻ വേണം. ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് വേണം. സെക്കൻഡറി നീഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ പ്രൈമറി നീഡ്സ്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഫ്രീഡം. ഒരാൾക്ക് പറയും 18 വയസ്സായി കഴിഞ്ഞാൽ ആദ്യം പിള്ളേർ പറയുന്നതാണ് എനിക്ക് ഫ്രീഡം വേണം, എനിക്ക് എൻ്റെ കാര്യം ചെയ്യാനുള്ള അനുവാദങ്ങൾ വേണം, ഞാൻ പറയുന്നതാണ് ശരി. അപ്പോൾ ഫ്രീഡം ടു ടോക്ക്. നമ്മളെപ്പോഴും പറയും വലിയൊരാണെങ്കിൽ ഫ്രീഡം, എനിക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം വേണം, സ്വാതന്ത്ര്യം വേണം. അല്ലെ എന്നെ പൂട്ടിയിട്ടുണ്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് സെക്കൻഡറി നീഡ്സ്. ഫസ്റ്റ് വൺ. പിന്നെ സേഫ്റ്റി വേണം. വർക്ക് പ്ലേസിനകത്ത് നമുക്ക് സേഫ്റ്റി വേണം, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ സംരക്ഷണം വേണം. ഒന്ന് സംഭവിക്കാൻ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക് സംരക്ഷണങ്ങൾ വേണം. സോ ഇതാണ് സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീഡം വേണം, സേഫ്റ്റി വേണം, സെക്യൂരിറ്റി വേണം, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. എൻ്റേതാണ്, ഈ സ്ഥാപനം എൻ്റേതാണ്, ഈ വ്യക്തി എൻ്റേതാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ. ദാറ്റ് ഇസ് കോൾഡ് സെക്കൻഡറി മോട്ടീവ്. സേഫ്റ്റി ആൻഡ് ഫ്രീഡം, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലവ്, കെയർ ആൻഡ് അഫെക്ഷൻ. പിന്നെ ലവ് വേണം, സ്നേഹിക്കുക, കെയർ, നമ്മളെ സംരക്ഷിക്കുക. പിന്നെ അഫെക്ഷൻ, മാനസികമായിട്ടുള്ള അടുപ്പങ്ങൾ. പിന്നെ നമ്മൾ വരുന്ന ബിലോങ്ങിങ്നെസ് ആണ്. നമ്മൾ ഇത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഓർഗനൈസേഷനൊക്കെ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക, അഫിലിയേറ്റ് ചെയ്യുക. നമ്മൾ ഇഗ്നോയുടെ സ്റ്റുഡൻ്റാണെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ MG യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻ്റാണെന്ന് പറയാം. അപ്പോൾ അഫിലിയേഷനായി. പിന്നെ അച്ചീവ്മെൻറ്റ്, നമ്മൾക്ക് എന്തെങ്കിലും എത്തിപ്പറ്റാനായിട്ടുള്ള നമ്മുടെ ആഗ്രഹം, എവിടെയാണ് നമുക്ക് എത്തിപ്പറ്റുക, അതിനെക്കുറിച്ചുള്ള ആഗ്രഹമാണ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അച്ചീവ്മെൻറ്റ് മോട്ടീവ്. പിന്നെ അഫിലിയേഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയായിട്ട്, അത്രയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഘടനയായിട്ട് നമ്മൾ ബന്ധപ്പെട്ട അഫിലിയേഷൻ. ഇപ്പം നമ്മളറിയാം, ഞാൻ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റാണ്. നമുക്ക് ഒരു അഫിലിയേഷൻ നമുക്കുണ്ടായി. ഇന്നതാണ് നമ്മൾ അഫിലിയേഷൻ. ഇന്ദിരാഗാന്ധിയായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നു, അഫിലിയേഷനായി. ഞാൻ ഇന്ന അസോസിയേഷനായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള അഫിലിയേഷനായി. അപ്പം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുക, നേടുക. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേടുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അത് നമ്മൾ നടത്തും. ദാറ്റ് ഇസ് കോൾഡ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. ദെൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് എക്സ്റ്റീമാണ്. ഇപ്പം സെൽഫ് എക്സ്റ്റീം മറ്റുള്ളവർക്കുള്ളതുകൊണ്ട് നമുക്ക് വേണം, മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേണം. കാരണം ഇത് പറയുന്നത് ഈ തിയറി പഠിക്കേണ്ടതുണ്ട്. ഈ പ്രൈമറി തിയറി പഠിക്കേണ്ട, സെക്കൻഡറി തിയറി പഠിക്കേണ്ട, ഇതിനെ വെച്ചിട്ടാണ് കുറേ ചോദ്യങ്ങൾ ചോദിക്കാവുന്നത്.
പ്രത്യേകിച്ച് മോട്ടിവേഷനകത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണുള്ളത്. അപ്പം എന്താണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, എന്താണ് ഓർഗനൈസേഷൻ മോട്ടീവ്, അതിനകത്ത് സെക്കൻഡറി മോട്ടീവ് എന്താണ്? സെക്കൻഡറി മോട്ടീവ് സൈക്കോ സോഷ്യൽ മോട്ടീവ്സാണ്, സൈക്കോ സോഷ്യൽ തിങ്സാണ്. അപ്പം നമുക്ക് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളതല്ല, പല കാര്യങ്ങളും ആവശ്യമായിരിക്കാം, ചിലപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത് ഉണ്ടാകാം. അപ്പം സെക്കൻഡറി മോട്ടീവ്, പിന്നെ സെൽഫ് എക്സ്റ്റീം, ഇതൊക്കെ നമുക്ക് എന്തിനാണെന്നുള്ളത്. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ, ദാറ്റ് ഇസ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. അപ്പം എക്സ്റ്റീമും സെൽഫ് ആക്ച്വലൈസേഷൻ നമ്മൾ വേറെ രീതിയിൽ പോകുന്നതാണ്. അപ്പം സാധാരണ രീതിയിൽ നമ്മൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി മോട്ടീവ്, ദെൻ എക്സ്റ്റൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അപ്പം എന്തെങ്കിലും പുറമേ നിന്ന് നമുക്ക് ഇപ്പോൾ റിവാർഡ് കിട്ടുക, നമുക്കൊരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ ഗിവിങ് സം റിവാർഡ്സ്, അതേസമയം അകത്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, നമുക്ക് മാനസികമായിട്ടൊരു ഇത് കിട്ടുക, ദാറ്റ് ഇസ് കോൾഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അപ്പം നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഇത്രയും തരത്തിലുള്ള മോട്ടിവേഷനാണ് നമുക്ക് ഒരു വർക്ക് പ്ലേസിൽ നമുക്ക് കിട്ടുക. പ്രൈമറി മോട്ടീവ്, സെക്കൻഡറി മോട്ടീവ്, എക്സെൻട്രിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അകത്തുനിന്നും പുറത്തുനിന്നും ഒരാൾക്ക് എങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡിവിജ്വൽ ലെവൽ ഉണ്ടാകാം, പിന്നെ എമോഷണൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാം. ദെൻ ഇവാലുവേഷൻ ജോബ് ആൻഡ് ഓർഗനൈസേഷൻ ജോബുമായിട്ട് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഓരോ ആളുടെയും ജോബ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുക. അപ്പം എവാലുവേഷൻ ജോബ്സ് ഓരോ ഓർഗനൈസേഷന് വർക്ക് ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, സാറ്റിസ്ഫാക്ഷൻ ഇല്ലയോ, ഈ ഓർഗനൈസേഷനെ വിട്ടുപോകാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചത്. ജോബ് സാറ്റിസ്ഫാക്ഷൻ പറയാം, ഓർഗനൈസേഷൻ സാറ്റിസ്ഫാക്ഷൻ പറയാം. ദെൻ എന്തൊക്കെയാണ് ഏജ് അതിനൊരു വിഘടമായിരിക്കുന്നതാണ്. ജെൻഡർ പ്രശ്നം ഉണ്ടാകും, ഒക്യുപ്പേഷണൽ ലെവൽ ഉണ്ടാകും. ദെൻ എഡ്യൂക്കേഷൻ നമുക്ക് മോട്ടിവേഷന് ബാധകമാണ് ഡയറക്റ്റ്ലി, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഉണ്ട്. ദെൻ കൾച്ചറൽ ഫാക്ടേഴ്സ്, സാംസ്കാരികമായുള്ള പ്രശ്നങ്ങൾ. ദെൻ വർക്ക് സിറ്റുവേഷൻ കാറ്റഗറീസ് ആണ് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാരണം. ദെൻ ദ വർക്ക് ഇറ്റ്സെൽഫ്, ജോലി തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നു. പിന്നെ പേ, ഒരു ജോലി പേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ പേ ആണ്. പിന്നെ പ്രൊമോഷൻ, അതിനകത്ത് നമുക്ക് ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ. ദെൻ സൂപ്പർവിഷൻ, ആരാണ് നോക്കുന്നത്, ആര് കൈകാര്യം ചെയ്യുന്നു, അങ്ങനെയുള്ളത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒരു ഭാഗമാണ്. വർക്ക് ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു, അത് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യങ്ങളാണ്. ദെൻ വർക്കിംഗ് കണ്ടീഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് എങ്ങനെയാണോ ഇതാണ് എപ്പോഴും സാധാരണഗതിയിൽ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ വ്യത്യാസമാണെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ കാര്യങ്ങൾ. ദെൻ ജോബ് പെർഫോമൻസ്, ഒരാളുടെ പെർഫോമൻസ് എങ്ങനെ നമുക്ക് ഇത് ചെയ്യുന്നു. ദെൻ വിഡ്രോവൽ ബിഹേവിയർ, പിൻവലിയുകയും ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിഡ്രോവൽ ബിഹേവിയർ എന്ന് പറയാം. ദെൻ വർക്ക് പ്ലേസ് ഡീവിയൻസ്, പല കാര്യങ്ങളും വർക്കുകളിൽ ഡീവിയൻ ചെയ്യാം. ദെൻ സേഫ്റ്റി പെർഫോമൻസ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സേഫ്റ്റി പെർഫോമൻസ്, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ്സ് അൾട്ടിമേറ്റ് എയിം ഓഫ് ആൻ ഓർഗനൈസേഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, ജീവിതത്തിൽ നമുക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെയുള്ള സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ്സ് കോൾഡ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ്. എന്താ വെച്ചാൽ ഓർഗനൈസേഷനോട് നമ്മളുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണ്. അപ്പോൾ ഇത് ആസ് എ ഹോൾ, ഇത് ഒറ്റ യൂണിറ്റായിട്ട് കാണുന്നു. ഓർഗനൈസേഷൻ വർക്ക് ഇതിൻ്റെ എല്ലാ യൂണിറ്റും എൻ്റേതാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് സ്വന്തം കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ട് സെൽഫിഷ് എബോവായിട്ടൊരു ഓർഗനൈസേഷനെ കുറിച്ച് എങ്ങനെ ചെയ്യുന്നത്, അതാണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ്. പിന്നെ എഫക്റ്റിന് ഒരു ഓർഗനൈസേഷനെ വളരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പേഴ്സണൽ സാക്രിഫൈസ്, ഒരു ഓർഗനൈസേഷൻ പേഴ്സണായിട്ട് നമ്മൾ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യാം. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ്, ഓർഗനൈസേഷനോട് നമുക്കുള്ള കമ്മിറ്റ്മെൻറ്റ്, ഇത് വളരാൻ വേണ്ടി നമുക്ക് ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാൻ സാധിക്കും. ദെൻ അതിൻ്റെ ഓർഗനൈസേഷൻ്റെ വാല്യൂസും ഗോൾസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ദെൻ കമ്പോണൻസ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ്, അഫക്റ്റീവ് കമ്മിറ്റ്മെൻ്റ് ആണ്. കാരണം എങ്ങനെ നമ്മൾ ജോലി ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അഫക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ കണ്ടിന്യൂവൻസ് കമ്മിറ്റ്മെൻറ്റ്, ആ ഓർഗനൈസേഷൻ നമ്മൾ എത്ര കാലം കണ്ടിന്യൂ ചെയ്യുന്നു, ഏതൊക്കെ രീതിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്നു. ദെൻ നോർമേറ്റീവ് കമ്മിറ്റ്മെൻറ്റ്സ്, എനിക്ക് ഈ ഒരു ഓർഗനൈസേഷൻ എൻ്റെ കടമ എന്താണ്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നോർമേറ്റീവ് കമ്മിറ്റ്മെൻറ്റ്. പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ,
അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോഴേ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ചെയ്യുന്ന ജോലി എൻ്റേതാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് തോന്നണം. അല്ലാതെ ഓർഗനൈസേഷൻ വളരുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ചിന്താഗതി. അതേസമയം നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഓർഗനൈസേഷൻ വളരുകയും ചെയ്യും. അപ്പം ഇതിനെ വളർത്താനുള്ളതാണ് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷനും കമ്മിറ്റ്മെൻറ്റ്, ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പം ഒന്ന് ജോലി ചെയ്ത് നമ്മൾ തീർക്കുക, മറ്റേത് ആ എംപ്ലോയീസിനെയും അവരുടെ ഓർഗനൈസേഷനെയും നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക. അതാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്ന് ഇമ്മീഡിയറ്റ് എഫക്റ്റ് മാത്രമല്ല, ആ ജോബ് തീരുക, ജോബ് ക്വാളിറ്റി ചെയ്യുക, അതിൻ്റെ ചെയ്യാൻ ആഫ്റ്റർ ഓർഗനൈസേഷൻ എൻട്രി. അപ്പോൾ ഓർഗനൈസേഷൻ അങ്ങേയറ്റം വരെ വളർന്നു വരിക എന്നുള്ളതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുമ്പോഴാണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ്സ് കൂടുകയുള്ളൂ. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. പിന്നെ ഓർഗനൈസേഷൻ സിറ്റിസൺ റിലേഷൻഷിപ്പ്. അപ്പോൾ ഓർഗനൈസേഷൻ സിറ്റിസൺ റിലേഷൻ വെച്ചാൽ ഓർഗനൈസേഷൻ നമ്മുടേതാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥ. ഇത് എൻ്റേതാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞാനൊരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ എൻ്റേതാണ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻ്റാണ്. ആ വോളണ്ടറി കമ്മിറ്റ്മെൻ്റാണ് ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുക. ദെൻ ഇതിനകത്ത് എന്തൊക്കെ വേണം? കർട്ടസി, അതിനോടല്ല ഇത്, അതുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പോകാനുള്ള താല്പര്യം. അതിനകത്ത് എന്തെല്ലാം സ്പോർട്സ്മാൻഷിപ്പ്, നല്ലതും ചീത്തയും എന്ന് പറയുന്നത് നമ്മളൊരു വിജയപരാജയങ്ങളെക്കുറിച്ച് നമുക്ക് കിട്ടുന്നതിനെ കുറിച്ചല്ല, എല്ലാം ഹാപ്പി, നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ് സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ആ ഓർഗനൈസേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ദെൻ സിവിക് വെർച്യൂ, സാമുദായികമായ നമ്മുടെ ഓർഗനൈസേഷനോട് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, അല്ല അതിനോട് നമുക്കുള്ളതായ നമ്മുടെ പരിഗണന. ദെൻ വർക്ക് മോട്ടിവേഷൻ എങ്ങനെയൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ രീതിയിൽ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാം? എക്കണോമിക്കലി ചെയ്യാം, സോഷ്യൽ റിലേഷൻഷിപ്പിൽ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം, പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ് ഫങ്ഷൻ ചെയ്യാം, ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം? അത് സാമ്പത്തികമായിട്ട് ചെയ്യാം, സോഷ്യൽ റിലേഷൻഷിപ്പിൽ പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ് നമുക്ക് ചെയ്യാം. ദാറ്റ് ഐഡൻറ്റിറ്റി ഫങ്ഷൻ, ആ ഓർഗനൈസേഷനെ ഐഡൻറ്റിറ്റി ഫങ്ഷനായിട്ട് നമുക്ക് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് ആക്ടിവേഷൻ ബിഹേവിയറാണ്. ഒന്ന്, എങ്ങനെ പ്രവർത്തിക്കണം, അതിന് എങ്ങനെ എനർജി ഉണ്ടാകുന്നു, അത് ഒരു ഇതാണ് ആക്ടിവേഷൻ. ദെൻ ഡയറക്ഷൻ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് നമ്മൾ ചെയ്യുക, ആ ജോലി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതി ചെയ്യാം. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബിഹേവിയറാക്കി നമ്മൾ മാറ്റുക. ദെൻ ഇൻറ്റൻസിറ്റി ഓഫ് ദി ബിഹേവിയർ, എത്ര നമ്മൾ അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്നു, അല്ലെ എങ്ങനെ നമ്മൾ ചെയ്യുന്നു, അത് ഏത് രീതിയിൽ നമ്മൾ മുമ്പോട്ട്, അതാണ് ഇൻറ്റൻസിറ്റി ബിഹേവിയർ എന്ന് പറയുന്നത്. ദെൻ ക്യാരക്ടേഴ്സ് ഓഫ് വർക്ക് മോട്ടിവേഷൻ. അപ്പോൾ അയാളൊരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ്, ഒരു മാനസികമായ അയാളെ ആ വർക്ക് പ്ലേസിനോട് അടുപ്പിക്കുന്നതെന്നാണ് ആ വർക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരു പേഴ്സൺസിൻ്റെ കൺട്രോളിൽ തന്നെയാണ്, ഒരാളുടെ കയ്യിലാണ് നമ്മൾ മോട്ടിവേഷൻ ചെയ്തിരിക്കുന്നത്. പേഴ്സൺസ് ബിഹേവിയർ ടുവേഴ്സ് ഓർഗനൈസേഷൻ. മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനുള്ള കമ്മിറ്റ്മെൻ്റാണ്. ഒരു കാര്യത്തെ നേരിടാനായിട്ടുള്ള ഓർഗനൈസേഷനെ വളർത്താനായിട്ടുള്ളതാണ് മോട്ടിവേഷൻ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ രീതിയിൽ ആക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഇൻവേഴ്സ് ഗ്രേറ്റ് കോഗ്നിറ്റീവ്, അപ്പോൾ ഒരു ജോലിയോടുള്ള കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മോട്ടിവേഷൻ്റെ, അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക, അതിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കുക. ഒരു പെർഫോമൻസ് മറ്റുള്ളത് മാറ്റി നിർത്തി ഒരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ഉണ്ടാകുക. മൾട്ടി ഫേസിലേറ്റഡ് ആണ്. പീപ്പിൾ സെവറൽ ഡിഫറെൻറ്റ് മോട്ടീവ്, ഒരാളെ പല കാര്യങ്ങളായിരിക്കാം ഓരോരുത്തരും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം പല രീതിയിൽ നീഡ്സ് ഉണ്ട്, ഡ്രൈവ്സ് ഉണ്ട്, ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അപ്പം നീഡ്സ് എന്ന് വെച്ചാൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി നീഡ്സ് ഉണ്ട്. ഡ്രൈവ്സ് എന്തെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ ഡ്രൈവ്സ് എന്ന് നമ്മൾ പറയുക. ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന റിവാർഡ്സ് അല്ലെങ്കിൽ ഉള്ള സാമ്പത്തികമായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് എന്ന് പറയുക. ദെൻ പ്രൈമറി മോട്ടീവ്സ് എന്ന് വെച്ചാൽ ബയോളജിക്കൽ ഓർ ഫിസിയോളജിക്കൽ മോട്ടീവ് പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ മോട്ടീവ്സ് ആണ്. അവിടെ പണമല്ല, മറ്റ് പേഴ്സണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആണ് പ്രൈമറി മോട്ടീവ്സ്. സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ മോട്ടീവ്സ് ആണ്. ദെൻ എക്സെൻട്രിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടീവ് എന്ന് വെച്ചാൽ ഒന്ന് അകത്തുനിന്നുണ്ടാകും, ഒരാളുടെ അകത്തുനിന്നുണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ അയാളുടെ പുറത്ത് നമ്മൾ കൊടുക്കുന്നതാകാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. കാരണം ഒരു വർക്ക് പ്ലേസ് എന്താണ്, അതിൻ്റെ മോട്ടിവേഷൻസ് എന്ത് ചെയ്യാം, ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്താണ്, ഇതാണ്
ഇന്ന് പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം എന്നും ഡിവിഡി.